ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നെൻ്റെ ഓർമ്മ. ഇല്ലെങ്കിൽ എന്താ ഇപ്പോൾ പറയുന്നു. US ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ്, USAID, അമേരിക്കയുടെ സഹായം എന്നർത്ഥം. ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, വികസനം, അതിന് വേണ്ടിയിട്ട് ആളുകളെ സഹായിക്കാൻ കുറേ കാശ് USAID വഴി അമേരിക്ക ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ കത്തി വീണു. ട്രംപ് പറഞ്ഞു, അതേ, ഇങ്ങനെ കാശ് വാരിക്കോരി കൊടുക്കാൻ പറ്റില്ല, ഈ കാശൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, ആരാ ഇതൊക്കെ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ തന്നെ നേരത്തെ മുതൽ ചില ഗ്രൂപ്പുകൾ, വാച്ച് ഡോഗ്സ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ, വിസിൽ ബ്ലോവേഴ്സൊക്കെ പറഞ്ഞിരുന്നു, ഈ പൈസ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വികസനത്തിനുമല്ല പോകുന്നത്, ഇത് കുത്തിത്തിരിപ്പുണ്ടാക്കാനും അമേരിക്കയ്ക്കെതിരെ പ്രചരണം നടത്താനും ഒക്കെയാണ് ഈ കാശ് ഉപയോഗിക്കുന്നത്. സത്യമാണ് കേട്ടോ. അമേരിക്കയുടെ ഒരു ഗതികേട് എന്താണെന്ന് വെച്ചാൽ, ഈ ദിനോസറിനെ പറ്റി പറയും. ദിനോസറിൻ്റെ വാലിൻ്റെ ഒരു അറ്റമൊക്കെ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് അറിയില്ല. ഭീമാകാരമായ ശരീരമല്ലേ. അങ്ങനെയാണത് ഇല്ലാതെയായതും. ദിനോസർ ഇല്ലാതെയാവാൻ ഒരു കാരണം അതാണ്. ശരീരത്തിൻ്റെ ഒരു ഭാഗം പോയാലും ഇത് അറിയില്ല. ആ പോയാൽ പോട്ടേന്ന്, ഇത്ര മല പോലെയുള്ള ശരീരത്തിലൊരു കഷ്ടം പോയാലും എന്ത് ചെയ്യാൻ. ഇങ്ങനെയൊക്കെയുള്ള അമേരിക്ക ഇപ്പോൾ അത് വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്നുള്ളൊരു സ്ഥിതിയിലെത്തി. കാരണം അമേരിക്കയ്ക്കെതിരെ പണി കൊടുക്കാനായിട്ട് അമേരിക്ക തന്നെ കാശ് മുടക്കേണ്ട ഗതികേട്. അങ്ങനെ മുടക്കുന്നത് ശരിയാണെന്നാണ് അമേരിക്കയിലെ ഒരു വിഭാഗം തന്നെ ആർഗ്യൂ ചെയ്യുന്നത്. നമ്മൾ ദാനം കൊടുക്കുമ്പോൾ ദാനം കൊടുക്കുക, അവൻ തിരിഞ്ഞ് നമ്മളെ കുത്തുമോ എന്നുള്ളത് നമ്മൾ നോക്കരുത്. നമുക്കൊണ്ട്, ഇന്ത്യക്കാർക്കുണ്ടാകും സൂക്കേട് അല്ലേ. നമ്മൾ അഫ്ഗാനിസ്ഥാനെ സഹായിക്കും, ബംഗ്ലാദേശിനെ സഹായിക്കും, അവനെ സഹായിക്കും, അവസാനം സമയം വരുമ്പോൾ ഇവനെല്ലാം നമ്മളെ പാരവയ്ക്കുകയും ചെയ്യും. അതിന് നമുക്കൊരു ശ്ലോകമുണ്ട്, ശത്രുവും തൻ ഗൃഹേ വന്നാൽ വഴി പോൽ സൽക്കരിക്കണം, മുറിക്കുന്നവനും വൃക്ഷം തണലേകുന്നതില്ലയോ. ഇതാണ് ന്യായം. സത്യമല്ലേ. മുറിക്കുന്ന കോടാലിക്ക് വെട്ടിമുറിക്കുന്ന ആളിന് തണൽ കൊടുക്കുന്നതാരാ? ആ മരം തന്നെയാണ്. അതുപോലെ നമ്മളെ വീട്ടുന്നവന് തണൽ കൊടുത്തു നിന്നോ. ഇതൊക്കെ രാഷ്ട്രതന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല, കവിതയിലോ ഒരു ജീവിതത്തിലെ ഒരു ന്യായം എന്നുള്ളതിൽ. വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഇതുപോലത്തെ നന്മകളാവാം, ഒരു കുഴപ്പമില്ല. തന്നെ ദ്രോഹിക്കുന്നവനെ തിരിച്ച് ദ്രോഹിക്കാതിരിക്കുക വ്യക്തി ജീവിതത്തിൽ നമുക്ക് പാലിക്കാം. തന്നെ ഉപദ്രവിക്കാൻ വരുന്നവനോട് നീ അങ്ങ് ഉപദ്രവിച്ചോടാ എന്ന് പറയുക വ്യക്തി ജീവിതത്തിൽ നമുക്ക് പാലിക്കാം. രാഷ്ട്ര ജീവിതത്തിൽ ഇത് പാലിക്കാൻ പറ്റുമോ? രാജ്യം തന്നെ ഇല്ലാതെ പോകില്ലേ? അപ്പോൾ വ്യക്തി ജീവിതത്തിൽ പാലിക്കേണ്ട തത്വങ്ങൾ, നന്മകൾ വേറെ, രാഷ്ട്ര ജീവിതത്തിൽ വേറെ. ഇത് തമ്മിലുള്ള വകതിരിവ് ഭാരതത്തിന് ഒരുപാട് കാലമില്ലായിരുന്നു. അതുണ്ടായിട്ട് അധിക കാലമായിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് സഹിക്കുകയും ചെയ്തു. ഈ ഒരു ഏർപ്പാട് അമേരിക്കയ്ക്കും കുറേ ഉണ്ടെന്നേ. അമേരിക്ക അവിടെയുള്ളവരും മനുഷ്യരല്ല, ആളെ സായിപ്പൊക്കെയാണ്. വലിയ ശാസ്ത്രം, ഇതൊക്കെ സംഗതിയൊക്കെ ഉണ്ട്, പുരോഗതിയുണ്ട്, വലിയ ബിൽഡിങ്ങുണ്ട്. മനുഷ്യനാണല്ലോ. അവർക്കും ഉണ്ട് ഈ ഡിഫീറ്റിസ്റ്റ് ചിന്താഗതി. പൈസ കൊടുക്കുന്ന ചേട്ടാ, പൈസ അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മളറിയണ്ട. കാശ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെതല്ലേ. അവൻ അതുകൊണ്ട് കള്ളു കുടിക്കുകയോ തിരിച്ച് നമ്മളെ തെറി പറയുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഈ ചിന്താഗതി ഇത് പറ്റില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. കാരണം നിങ്ങൾക്കറിയാമോ, ഈ USAIDൻ്റെ ഏജൻസി എന്ന് പറയുന്ന സബ് ഏജൻസി ഒരുപാടൊക്കെ ഉണ്ട്. അതിൽ പലതും ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിലാണ്. ഈ പൈസ നേരെ അവരുടെ കയ്യിൽ പോകുന്നു. അവർ ഹോസ്പിറ്റൽ നടത്തുന്നു, അവർ ആംബുലൻസുമായിട്ട് നടത്തുന്നു. ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടില്ലേ, എത്ര ഏജൻസികളാണ് കിടന്ന് കളിക്കുന്ന, ആർക്കും നിശ്ചയില്ല. ഗവൺമെൻറ്റിനും വല്ല അറിയാമോ? ഒരാളങ്ങോട്ട് ആതുര സേവനം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഒരാശുപത്രി അങ്ങ് തുടങ്ങി. എന്ത് കൊള്ളയടിക്കുക, എന്താ നടക്കുന്നത് ആർക്കും അറിയില്ല. ഒരു റേറ്റ് അവരങ്ങ് തീരുമാനിക്കുക. നമ്മളവിടെ ചെന്നു, ഡോക്ടറെ കണ്ടു, ഡോക്ടർ പറയുന്നു ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു, 10 ലക്ഷം രൂപ ആകുമെന്ന് പറയുന്നു. നമ്മൾ എന്ത് ചെയ്യും? 10 ലക്ഷം രൂപ മുടക്കാൻ ആൾക്കാർ തയ്യാറാണ് താൻ. നല്ലൊരു 5 സ്റ്റാർ ഹോസ്പിറ്റൽ, AC റൂം, TV, അത് ഇതൊക്കെ ഉണ്ടെങ്കിൽ 10 ലക്ഷം രൂപ കൊടുത്താലെന്താ? അങ്ങനെ ഇതിൻ്റെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ നിന്ന് വരുന്നു? ആരാണിത് കൊണ്ട് നടത്തുന്നത്? ഇത്ര വലിയ ഹോസ്പിറ്റൽ ചെയിനുകൾക്ക് ഉണ്ടാക്കുന്നതാരാ? എവിടെ നിന്നാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്? അതന്വേഷിച്ച് പോയി കഴിയുമ്പോഴാണ് ഇതുപോലെ അമേരിക്കയാണ് ഇത്. സാധാരണ മനുഷ്യരുടെ ഇപ്പോഴും കേരളത്തിലൊരു ധാരണയുണ്ട്, ഈ ഇസ്ലാമിക തീവ്രവാദികൾ അവരെ ഫണ്ട് ചെയ്യുന്നു. അത് ഗൾഫിൽ നിന്നാണ്. ഗൾഫിന് പ്രാന്താണ് ഇവരൊക്കെ ഈ വട്ടന്മാർക്ക് കാശ് കൊടുക്കാൻ.
ഗൾഫൊന്നും കൊടുക്കില്ല. ഗൾഫിലെ ആൾക്കാർ കൊടുക്കുന്നുണ്ടാവാം വ്യക്തിപരമായിട്ട്. പോപ്പുലർ ഫണ്ട് കളിച്ച കളിയതാണ്. പോപ്പുലർ ഫണ്ട് ബൾക്കായിട്ട് ഏതെങ്കിലും ഏജൻസിയിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ ഒന്നും കാശ് വാങ്ങില്ല, ഇൻഡിവിജ്വൽസാണ്. അപ്പോൾ 10,000 രൂപ, 20,000 രൂപ, 30,000 രൂപ പല പേരുകളിലാണ് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സർക്കാരിന് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് പൈസ കൊണ്ടുവരാൻ പാടില്ല എന്ന് നിരോധിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അവിടെ ജോലി ചെയ്യുന്നവർ കാശ് വീട്ടിലേക്ക് അയക്കുന്നു. അങ്ങനെ പലരും ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതെല്ലാം ഇവർ ശേഖരിച്ചിട്ട് ഒരക്കൗണ്ടിലാക്കിയിട്ട് പ്രവർത്തനം നടത്തുന്നു. അങ്ങനെയാണ് നമ്മുടെ സിദ്ദിഖ് കാപ്പനെ പിടികൂടി. സിദ്ദിഖ് കാപ്പൻ റൌഫിൻ്റെ പേര് പറഞ്ഞു. റൌഫ് എന്നൊരാൾ, ഇയാളായിരുന്നു ഈ പണം ശേഖരിക്കുന്ന ആൾ ഇയാളായിരുന്നു. അത് ഏതായാലും വേറൊരു കഥ. ഈ രീതിയിൽ ഒക്കെയാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അല്ലാതെ ഗൾഫായിട്ട് സൗദി അറേബ്യ ആർക്കെങ്കിലും കുഞ്ഞു കാശ് കൊടുക്കുമോ? വേറെ വല്ലവനും വെടിവെച്ചു കൊല്ലാൻ കിട്ടില്ല. ചേട്ടാ, ഞാൻ ഇസ്ലാമിക ഭരണം നടപ്പിലാക്കാനായിട്ട് തോക്കുമായിട്ട് ഇറങ്ങുകയാണ്, എനിക്ക് കൊട് ഒരു 1,00,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടിച്ച് ഓടിക്കും. അവർ ഓടിക്കുകയല്ല, പിടിച്ച് അവിടുത്തെ ജയിലിലിടും ആദ്യം. ഇതാണ് സൗദി അറേബ്യ, UAE ഒക്കെ. ഇതിനൊന്നും അവർ കാശ് കൊടുക്കില്ല. ഇവർ ഈ അന്താരാഷ്ട്ര ശ്രദ്ധിക്കാതെ പോകുന്ന എത്ര ഏജൻസികളാണെന്നറിയാം. എൻ്റെ ദൈവം, ആദ്യം രാജ്നാഥ് സിംഗ് ഹോം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ 45,000, വിൽ യു ബിലീവ്, 45,000 NGOയുടെ ലൈസൻസ് റദ്ദാക്കി. എന്നിട്ട് ഇപ്പോഴും പിന്നെയും 4 ലക്ഷം മറ്റേ ബാക്കിയുണ്ട്. NGO ഒരു ലെറ്റർ ഹെഡും ഒക്കെ അടിച്ചിട്ട് ജീവകാരുണ്യ പ്രവർത്തനം അങ്ങ് ഇറങ്ങുകയാണ്. അതിന് കാശ് കൊണ്ടുപോവുക. ഇവരെങ്ങനെയെങ്കിലും കേന്ദ്ര സർക്കാരിൽ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ FCRA ലൈസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വിദേശത്തു നിന്ന് സംഭാവന. ഈ വിദേശത്തു നിന്ന് സംഭാവന USAID എഴുതും, മറ്റേ UNCATD എത്ര സ്ഥാപനങ്ങളാണെന്നറിയാമോ? ഇപ്പോൾ ഇവന്മാർക്ക് വാരിക്കോരി കാശ് കൊടുക്കുന്ന പരിപാടി അടുത്ത 90 ദിവസത്തേക്ക് എങ്കിലും ട്രംപ് അങ്ങ് നിർത്തി. വളരെ ഷാർപ്പായിട്ട് ആ ട്രംപിൻ്റെ ലാംഗ്വേജ് ഉണ്ടല്ലോ ആ സർക്കുലറിലെ, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫോറിൻ എയ്ഡ് ഇൻഡസ്ട്രി, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. വിദേശ സഹായ വ്യവസായം അത് നിർത്താൻ തീരുമാനിച്ചതാണ്. ഫോറിൻ എയ്ഡ് ഇൻഡസ്ട്രി ആൻഡ് ബ്യൂറോക്രസി ആർ നോട്ട് അലൈൻഡ് വിത്ത് അമേരിക്കൻ ഇൻട്രസ്റ്റ് ആൻഡ് ഇൻ മെനി കേസസ് ആൻറ്റിതെറ്റിക്കൽ ടു അമേരിക്കൻ വാല്യൂസ്. അമേരിക്കയുടെ താല്പര്യത്തിനോ അമേരിക്കയുടെ മൂല്യങ്ങൾക്കോ അനുസൃതമായിട്ടല്ല ഈ USAID എന്ന വ്യവസായം നടക്കുന്നത്. ആ കച്ചവടം, ഇൻഡസ്ട്രിക്ക് കച്ചവടം ഒന്നും പറയുമല്ല, ആ കച്ചവടം ഞാനങ്ങ് പൂട്ടി. ഇതാണ് സിമ്പിൾ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹായിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതങ്ങ് നിർത്തി. അത്രയും കുറച്ച് പുണ്യം മതി എനിക്ക്. അപ്പോൾ പുണ്യക്കാരിറങ്ങി കേട്ടോ. പുണ്യക്കാർ ട്രംപിനോട് പറഞ്ഞു, അയ്യോ അതൊന്നും ശരിയൊന്നുമല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ കൊടുക്കുന്ന കാശ് അവരെന്തിനു ഉപയോഗിക്കുന്നു, നമ്മൾ നോക്കുന്നത് മര്യാദയല്ല, ചാരിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. ട്രംപ് അതിൽ കുലുങ്ങുന്നില്ല. പുള്ളി ഇതുപോലത്തെ പരിപാടിയിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. നമ്മുടെ നാട്ടിൽ വിശ്വസിക്കുന്നവരുണ്ട്. അവർ നിങ്ങൾ നോക്കിക്കോ, നാളെ അവർ പ്രസംഗിക്കും, അവർ ലേഖനം എഴുതും. മിക്കവാറും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലായിരിക്കും ഇതിൻ്റെ തുടക്കം കേട്ടോ. എനിക്കൊരു അല്പം ജ്യോത്സ്യം അറിയാമെന്ന് വെച്ചോ, അത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, മിക്കവാറും മാതൃഭൂമി ആഴ്ചപ്പതിപ്പായിരിക്കും ഈ ക്യാമ്പയിൻ്റെ തുടക്കം. ഇതിനൊക്കെ ഓരോ സെറ്റപ്പുണ്ട് അവരുടെ. ആ സെറ്റപ്പ് വെച്ച് തുടങ്ങുള്ളൂ. അമേരിക്ക വില്ലനാണ്, അമേരിക്ക മറ്റുള്ളവരെ സഹായിക്കുന്ന, ട്രംപ് വില്ലനാണ്, ഒബാമ എത്രയോ നന്നായിരുന്നു, ക്ലിൻ്റൺ എത്രയോ നന്നായിരുന്നു, ജോ ബൈഡൻ തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു, ഇയാൾ സാമദ്രോഹിയായിപ്പോയി എന്നൊക്കെ. കാര്യം എന്താണെന്നറിയാമോ? കിട്ടുന്ന കാശില്ലാതെ പോയി എന്നുള്ളതാണ്. ഞാൻ ഈ USAID മേടിച്ചാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നടക്കുന്നതെന്നൊന്നുമല്ല, അങ്ങനെ ധരിക്കരുത്. ഈ നരേറ്റീവ് തുടങ്ങുന്ന പോയിൻ്റ് ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ പെട്ടുപോയ 2 രാജ്യങ്ങളുണ്ട് കേട്ടോ, അറിഞ്ഞും അറിയാതെയും. അത് ട്രംപ് മനഃപൂർവ്വമാണോ എന്ന് ചോദിച്ചാൽ അത്ര മനഃപൂർവ്വമല്ല, എന്നാൽ ചെറിയൊരു മനഃപൂർവ്വം ഉണ്ട് താനും. അതിൽ പെട്ടുപോയതാണ് നമ്മുടെ ബംഗ്ലാദേശും പാകിസ്ഥാനും നല്ലൊരു ഭാഗം ശ്രീലങ്കയും. ഇവരൊക്കെ ഈ USAID കൊണ്ട് ജീവിക്കുന്നവരാണ്. ശ്രീലങ്ക അടുത്ത കാലത്താണ് പാപ്പരായിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു. അവിടെ കിടന്ന് ചുമ്മാ കച്ചറ ഉണ്ടാക്കിയിട്ട് ഇല്ലാതാക്കിയതാണ് ശ്രീലങ്കയുടെ അന്തസ്സ്. അതുപോട്ടെ, ബംഗ്ലാദേശ് ഈ കളിയൊക്കെ കളിക്കുന്നത് ഇതുപോലത്തെ ഫണ്ട് വെച്ചിട്ടാണ്. USAID, IMF
ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്താ നിങ്ങളുടെ വിചാരം? പഴയ ഗർവാസി സാശാൻ ചോദിച്ച പോലെ IMF എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ വിചാരം? അത് അമേരിക്കൻ സ്ഥാപനമാണെന്ന്. അമേരിക്കക്കല്ല വെറുതെ കാശെടുത്ത് നാട്ടുകാർക്ക് കൊടുക്കാൻ വേറെ ആരുടെയിൽ കാശിരിക്കുന്നു. അപ്പോൾ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നൊക്കെ പറയുമെങ്കിലും അതിൽ കിടക്കുന്ന ഫണ്ട് അമേരിക്കയുടെയാണ്. ഈ ഇവിടെ നിന്നൊക്കെ ലോൺ എടുത്തും തട്ടിയും മുട്ടിയും ഒക്കെയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. ഈ USAID ഒക്കെ നിർത്തിക്കഴിഞ്ഞ് വേൾഡ് ബാങ്ക്, ആരുടെ വേൾഡ് ബാങ്ക്? അമേരിക്കയുടെ. അതിൽ നിങ്ങൾ ലോൺ എടുത്ത് കഴിയുമ്പോൾ അമേരിക്കൻ കാശാണ് നിങ്ങൾ മേടിക്കുന്നത്, അല്ലാതെ മറ്റ് രാജ്യത്തിന് ഇവിടെ കാശിരിക്കുന്നത് ഇതിലേക്ക് കൊണ്ടുപോയിടാൻ. ചൈന ഇതിലൊന്നും ഇടില്ല. റഷ്യക്ക് ഈ പ്രാന്തേ ഇല്ല വഴിയെ പോകുന്നതിന് കാശ് കൊടുക്കുന്നത്. പിന്നെ ആരുടെ ഇതിലാണ് കാശിരിക്കുന്നത്? നാട്ടുകാരെ നന്നാക്കാൻ. ഇതൊക്കെ അമേരിക്ക തന്നെ ഉണ്ടാക്കിയ സ്ഥാപനങ്ങളാണ്. ലോക സ്ഥാപനമെന്ന് പേര് വേൾഡ് ബാങ്ക്. എൻ്റെ ബാങ്ക് എന്ന് പറയുമ്പോഴാണല്ലോ നിങ്ങൾക്കൊരു പ്രയാസം വരുന്നത്. വേൾഡ് ബാങ്ക് എന്ന് പേരിട്ടു. അപ്പോൾ നമ്മുടെ പിണറായി വിജയൻ ചെയ്തില്ലേ, നമ്മുടെ സഹകരണ സംഘങ്ങളെയെല്ലാം കേരള ബാങ്ക് എന്ന് വിളിച്ചു. റിസർവ് ബാങ്ക് പറഞ്ഞു ഇങ്ങനെ വിളിക്കല്ലേ എന്ന്. എല്ലാവരും കൂടെ കൊണ്ടുപോയി കാശിട്ടു. അത് സ്വാഹ, അതങ്ങ് പോയി. ബട്ട് പേര് കൊണ്ട് എന്താ? ബാങ്കാണ്, കേരള ബാങ്ക്. ചിട്ടി കമ്പനി എന്ന് പറയുമ്പോൾ ഒരു കുറച്ചിൽ, സഹകരണ സംഘം എന്ന് പറഞ്ഞാൽ അതിലും കുറച്ചിൽ. അതുകൊണ്ട് ബാങ്കാക്കി മാറ്റി, കാശടിച്ച് മാറ്റി. ഇതുപോലെയാണ് ഈ വേൾഡ് ബാങ്ക്, USAID, ഇതൊക്കെ ഈ കലാപരിപാടികൾ ഈ കള്ളന്മാർക്കുള്ള ഫൈനാൻസിങ് ആയിട്ട് മാറിക്കൊണ്ടിരുന്നു. ടെററിസം എന്ന് പറയുന്നത് തോക്കെടുത്ത് വെടിവെക്കുന്നത് മാത്രമല്ല, അതിൻ്റെ അന്തരീക്ഷമുണ്ടാക്കുന്ന പുസ്തകങ്ങൾ, ലേഖനങ്ങൾ, പ്രസംഗങ്ങൾ, സെമിനാറുകൾ. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് ലിറ്റററി ഫെസ്റ്റിവൽ എന്നാണ്. സകല തോരപ്പന്മാരും ലിറ്റററി ഫെസ്റ്റിവൽ നടത്തും. നിങ്ങൾ കാണുന്നില്ലേ? കേരളത്തിൽ ആരൊക്കെ ലിറ്റററി ഫെസ്റ്റ് നടത്തുന്നോ, പ്രഖ്യാതമായ ലിറ്റററി ഫെസ്റ്റിവൽ നടത്തുന്ന സകലതും അതിനകത്ത് മുഴുവൻ അടിച്ചു കൂടുന്നത് തോരപ്പന്മാരായിരിക്കും. ക്ഷണിക്കുന്നതും അവരെയാണ്. എന്താ ഈ സംഭവിക്കുന്നത് എനിക്കറിഞ്ഞൂടാ. കാശ് മുടക്കി തോരപ്പന്മാരെ വിളിച്ചു വരുത്തുക, എന്നിട്ട് അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കുക. ഇതൊക്കെ ചെയ്യുന്ന കലാപരിപാടികൾ മുഴുവൻ വൺ വേ ഓർ ദ അതർ ഈ അമേരിക്കൻ ഫണ്ട് കിടന്ന് കളിക്കുന്നതാണ്. അതിൻ്റെ അടപ്പാണ് ട്രംപ് ഉരി മാറ്റിയിരിക്കുന്നത്. അതിൻ്റെ ഗ്യാസ് അങ്ങ് താമസിയാതെ പോയി കഴിയുമ്പോൾ ഇവിടെ ചില പൊട്ടലും ചീറ്റലും കരച്ചിലും ഒക്കെ. ഏതായാലും ഭാരതത്തിൻ്റെ എക്കോണമിക്ക് ഒരു തടസ്സവും വരാൻ പോകുന്നില്ല. നമ്മൾ IMF നിന്ന് ഇപ്പോൾ ലോൺ എടുക്കുന്നില്ല. പണ്ടെടുത്ത ലോണൊക്കെ അടച്ച് തീർത്തു. വേൾഡ് ബാങ്ക് നമ്മളുമായിട്ട് ഒരിടപാടുമില്ല. USAID കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു കുഴപ്പമില്ല. നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് അടുത്ത മാസം നമ്മുടെ കാർന്നവർ മറ്റേ മൂപ്പരെ പോയി കാണാൻ പോകുന്നുണ്ടെന്ന് ആ മൂപ്പരാണ് വാർത്ത പുറത്തു വിട്ടത്. കാണാൻ പോകുന്നുവെന്നോ അതിൻ്റെ അജണ്ട എന്താണെന്നോ ഒക്കെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പുറത്തു വിട്ടിരിക്കുന്നു. മോദി ഇതുവരെ പറഞ്ഞിട്ടില്ല, മോദി മിണ്ടിയിട്ടില്ല. കാരണം മോദി മിണ്ടിയാലും ഇവിടെ വലിയ പ്രശ്നമാകും. ഓർമ്മയിൽ 65 MP ഒപ്പിട്ടിട്ടാണ് അമേരിക്കയ്ക്ക് നിവേദനം കൊടുത്തത്, മോദി അവിടെ കാല് കുത്തിക്കരുതെന്ന് പറഞ്ഞിട്ട്. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴത്തെ കഥയാണ്. അവസാനം ഇപ്പോൾ എന്തായി? ഇവന്മാർക്ക് അവിടെ പോയ പട്ടി വിലയായി. ഈ മനുഷ്യന് രാജകീയമായ സ്വീകരണമായി. പിന്നെ പുള്ളി പോകുന്നത് ഒരു കൊമ്പൻ പോകുന്ന പോലെയാണ്. വെറുതെ അങ്ങനെ കയറിച്ചില്ലൊന്നുമില്ല. അതതിൻ്റെ ചട്ടവട്ടങ്ങളോടുകൂടി സ്ലോ മോഷനിലൊക്കെ നമ്മുടെ കാർന്നൊരു പോവുകയുള്ളൂ. അതൊരു കാഴ്ചയായിരിക്കും. അത് അടുത്ത മാസം നമുക്ക് കാണാം. ഏതായാലും ഇങ്ങനെ ഈ ചുളുവിന് കാശുണ്ടാക്കി വലിയ പ്രശസ്തിയും സെമിനാറും ബുദ്ധിജീവിയും പുസ്തകെഴുത്തും പ്രസംഗവും ഒക്കെ ആയിട്ട് നടക്കുന്നവരുടെ കാര്യം ഏകദേശം അധോഗതിയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു.